അത് വലിയ കഷ്ടമായിരിക്കും. നമ്മുടെ അച്ഛൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകനല്ലേ ചീരു? പണ്ടും തന്നിഷ്ടക്കാരും എടുത്തു ചാട്ടക്കാരുമായ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യവും സൗകര്യവും കൂടിയപ്പോ ഇന്ന് മിക്ക കുട്ടികളും അതുപോലെ ആയിന്ന് മാത്രം. അച്ഛൻ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കൂ. ആ, ഏതായാലും അച്ഛൻ നാളെ വരുമല്ലോ. നാളെയല്ലേ ചേച്ചി വീടിന്റെ രജിസ്ട്രേഷൻ? ആ അതെ, നമുക്ക് ഒരുമിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. അച്ഛൻ നേരെ അങ്ങോട്ടേക്കായിരിക്കും വരുന്നത്. ഭാനുമ്മ നേരത്തെ എത്തുകയാണെങ്കിൽ വിച്ചുമോനെ ഭാനുമ്മ തന്നെ നോക്കിക്കോളും. അച്ഛന്റെ കൂടെ അമ്പിളി ചേച്ചിയും ദയയും മക്കളെയും കൊണ്ട് വരുമെന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ. ഇത്രയും ദിവസം ഞാൻ ആർച്ചമോളെയും ഭദ്രമോളെയും വിട്ടു നിന്നത് എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാം ശരിയാവും ചേരൂ. നമ്മളെല്ലാവരും കണ്ണെത്തും ദൂരത്തുണ്ടാവണം എന്നുള്ള നമ്മുടെ അച്ഛന്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരും. ആരോ വന്നല്ലോ ചേച്ചി. നീ ഇരിക്കെ, ഞാൻ നോക്കിയിട്ട് വരാം. ആ സത്യനായിരുന്നോ? വാ സത്യ, അകത്തേക്ക് വാ. കേറി വാ. ആഹാ, സത്യേട്ടാ ചീരുടെ ഉണ്ടായിരുന്നോ? ഞാൻ കുറച്ചു സമയം മുമ്പ് വന്നേ ഉള്ളൂ. ഇന്ന് അനുചേച്ചിക്ക് കൂട്ടായി ഭാനുഅമ്മയില്ല. ആ, ഭാനുമ്മയുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേയാ. വൈകിട്ട് ഫംഗ്ഷൻ. അങ്ങോട്ട് പോയിരിക്കാം. അതേതായാലും നന്നായി. അല്ല, വിച്ചുമനോട് അടുത്തി? അവൻ മുറിയിലുണ്ട്, കളിക്കാം. ഞാൻ അവനൊന്ന് കാണട്ടെ. അതെന്ത് ചോദ്യം സത്യ, നീ കയറി ചെല്ല്. അവന് നിന്നെ കണ്ട സന്തോഷാവും. ചെല്ല്. ചേച്ചി, ഞാനേ സത്യേട്ടന് ചായ ഇടാം. അയ്യോ വിച്ചൂട്ടാ, അച്ചടാ. അപ്പൊ നീ ചെറിയസിനെ മറന്നിട്ടില്ല? മോൻ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് വേണ്ടേ?